നമ്മുടെ കൊണ്ടോട്ടിയൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് 3 മണിക്കൂർ പോരാ. പുളി ചെത്താൻ തന്നെ 3 മണിക്കൂറിന് മുകളിലാണ്. കുത്തിപ്പോ ചില സമയത്ത് വെട്ടിയൊക്കെ ചാണകം മെഴുകുക, പുകയത്തിട്ട് വെക്കുക, ചാണകം മെഴുകുക. പുകയത്തിട്ടാണ് പെട്ടെന്ന് കുത്തു. ക്രിയേറ്റീവ് ഗാർഡന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നടവയൽ ചീങ്ങോടാണുള്ളത്, വയനാട് ജില്ലയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരാളെ കണ്ടു, വേഗം വണ്ടി നിർത്തി നേരെ അങ്ങ് പോകുന്നു. ഒരു വീഡിയോ എടുത്തോട്ടെ സംഭവിച്ചു കേട്ടോ. എന്താ പേര്? ശേഖരൻ. ഇതൊന്നും വായിക്കുന്നു. ഇത് എങ്ങനെയാണ് നമ്മൾ ഈ പിന്നെ ഇവിടുന്ന് ഈ മുളയൊക്കെ എവിടുന്ന് കിട്ടുന്നത്? ഫോറസ്റ്റ് വേട്ട. നിങ്ങൾ പാരമ്പര്യമായിട്ട് ഇത് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് എല്ലാവരും എത്ര വർഷം ചെറുപ്പം മുതലേ തുടങ്ങിയത്? എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത്? കർട്ടൻസ് ഒക്കെ, ഇപ്പോൾ ഷെയ്ഡ് ലാമ്പും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ചെരുപ്പിടുന്ന പിന്നെ അപ്പോൾ എല്ലാവിധ സാധനങ്ങളും ഉണ്ടായിക്കോളും. ഈ സീസണിലാണ് ഇപ്പൊ ഈ മുള കിട്ടാനുണ്ട്, കാട്ടിൽ കയറുന്നത് പാസ് കിട്ടുന്നുണ്ട്. കിട്ടായിരിക്കും. എന്ത് സംഭവിച്ചിട്ടാ പാസ് പോയത്? നമ്മുടെ മുളയൊക്കെ പൂത്തുപോയതിനു ശേഷമാണ് കിട്ടാതെ. വളർത്തുന്നത്. അപ്പൊ അത് ബലം കിട്ടും. സാധാരണഗതി കല്ലമുള തന്നെയാണ്. അത്ര പവർ വരില്ല. ആ കാട്ടിലുള്ള മുളന് അത്ര പവർ വരില്ല. സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ശേഖരേട്ടാ. അപ്പൊ ഇതാണ് ഇപ്പൊ നമുക്ക് കിട്ടുന്ന മുളകൾ അല്ലേ? ഇതിൽ ഇടയ്ക്കൊക്കെ കല്ലമുള ഉണ്ട് അല്ലേ? സാധാ മുള കുറച്ച് മൂക്കാത്തതുണ്ട്. അത് ഇപ്പൊ നമ്മളിപ്പോ ഇത് കാപ്പിക്കോട്ടയാണ് ചെയ്യുന്നത്. ഇത് ചോറ് ഊറ്റാനും പിടിക്കാനൊക്കെ. ചോറ് ഊറ്റാനും കാപ്പിക്കോട്ടയായിട്ടും ഒക്കെ അല്ലേ? ഇത് അതിന്റെ അടപ്പാണ്? അടപ്പല്ല, നമ്മുടെ കൊണ്ടോട്ടിയൊക്കെ ഉണക്കാൻ വേണ്ടിട്ട്. കൊണ്ടാട്ടം. കൊണ്ടാട്ടം. ഓ ശരി ശരി. ഞാൻ വിചാരിച്ചു ഇതിന്റെ അടപ്പാന്ന്. അല്ല, അടപ്പായിട്ട് ഉപയോഗിക്കാം. പിന്നെ എന്തൊക്കെയാ നമ്മൾ ഉണ്ടാക്കുന്ന? കർട്ടൻ ഉണ്ടാക്കുന്നുണ്ട്. കുറെ സാധനങ്ങൾ പോയതാണ്. ഓ ഇങ്ങനെ കർട്ടൻ ഉണ്ട് അല്ലേ? തീർന്നു പോയതാണ്. ശരി. ഇത് പാരമ്പര്യമായിട്ട് നമ്മൾ എല്ലാ സാധനവും ഈ ഷെയ്ഡ് ലാമ്പ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നല്ല സൈഡ് ലാമ്പ്, എല്ലാ സൈസും. ഇതെന്താ? ഇത് മറ്റേ ഇതൊക്കെ ഇപ്പൊ കാണാൻ വളരെ അപൂർവമായിട്ടുണ്ട് അല്ലേ? അത് ശരി, കളർ പോയതാണ്. ഓർഡർ അനുസരിച്ചാണ് ഉണ്ടാക്കി വെക്കല്. ഇതിപ്പോ നമ്മളൊരു പരസ്യത്തിന് പോലെ തൂക്കിയിട്ടതുകൊണ്ടാണ്, റോഡ് സൈഡ് ആയതുകൊണ്ട് അല്ലേ? അത്യാവശ്യം കച്ചവടം കിട്ടുന്നുണ്ടോ? അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ മാസമൊക്കെ ഉണ്ടായിരുന്നു. കാപ്പിവറി സീസണിലും അങ്ങനെയൊക്കെയാണ് ഇപ്പൊ. ഈ കാപ്പിവറി സീസണിലാണ് ഏറ്റവും കൂടുതൽ കാപ്പിവരി കൊട്ട പോകുന്നത് അല്ലേ? പിന്നെ 2-3 മാസം, ഒരു 6 മാസത്തേക്ക് ഡള്ളായിരിക്കും. മോശമായിരിക്കും. പിള്ളേരൊക്കെയോ കല്യാണം കഴിച്ചാണോ? കല്യാണം കഴിച്ച് 4 മക്കളുണ്ട്. 4 മക്കളുണ്ട്. എല്ലാരും പഠിക്കുക? ഒരാള് ജോലിക്ക് കയറി, 3 ആള് പഠിച്ചോണ്ടിരിക്കുന്നു. കണ്ടവയലല്ല, അത്യാവശ്യം പ്രായമുണ്ട് അല്ലേ? ഇനി പിള്ളേർ ആരെങ്കിലും ഈ തൊഴിലിലേക്ക് വന്നിട്ടുണ്ടോ? നിങ്ങളുടെ തൊഴിലൊക്കെ എന്താ പഠിപ്പിക്കണം. അല്ല, നിങ്ങളുടെ മക്കൾ ആരെങ്കിലും തൊഴിലിലേക്ക് വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. എല്ലാരും പഠിത്തവും കാര്യങ്ങളായിട്ട് വേറെ ജോലിക്കായിട്ട്. എന്തായാലും പഠിപ്പിക്കുക മാക്സിമം. പഠിപ്പിക്കുന്നതോടൊപ്പം ഈ കൈത്തൊഴിൽ അവർക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കാനാ ഞാൻ പറയുള്ളൂ. പഠിച്ചിട്ടുണ്ട്, മൂത്തവരൊക്കെ പഠിച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ അവര് പണി എടുക്കുന്നുണ്ടോ എടുക്കുന്നില്ലോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അറിയുന്ന ഒരു കൈത്തൊഴിൽ, ഇനി എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അവർക്ക് അത് ചെയ്ത് ജീവിക്കാം. ഇന്നത്തെ കാലത്ത് മുളയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരുപാട് ആളുകൾ മുളയൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ കാട്ടിൽ തന്നെ ഇല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നാട്ടിൽ നിന്നാണെങ്കിലും മുളകൾ കിട്ടാനുണ്ട്. അപ്പൊ അതുകൊണ്ട് വലിയ പ്രശ്നം. ചേട്ടന്റെ ഫോൺ ഉണ്ടോ? ഫോണുണ്ട്. ഞാൻ ഫോൺ നമ്പർ ഇതിനകത്ത് വെക്കുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിച്ചാൽ ഉണ്ടാക്കി കൊടുക്കുകയോ ഓർഡർ ചെയ്യുകയൊക്കെ ചെയ്യാം. വലിയൊരു മാർജിൻ എടുക്കാതെ നമ്മളൊരു വീഡിയോ എല്ലാം ഒന്ന് പറഞ്ഞിട്ട് വരുമ്പോ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് പരമാവധി നമ്മളെ ഒരു കൂലി കിട്ടുന്ന രീതിക്കാണ് വരുന്നതെന്ന് പറയുകയാണെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ കഴിയുന്ന ഒരു ഹെൽപ്പ് അവർക്ക് ചെയ്ത് കൊടുക്കുക. പരമാവധി ചെയ്ത് കൊടുക്കും. ഓക്കെ. എന്തായാലും വേഗം വന്നത് വണ്ടി തൊട്ടപ്പുറത്ത് നിൽക്കുന്നു. ഓടി വന്ന് ചോദിച്ചപ്പോ ഒരു മടിയും കൂടാതെ നിങ്ങൾ സമ്മതിച്ചല്ലോ. ആ ഒരു കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് ഭയങ്കര സന്തോഷമുണ്ട്. ചില ആൾക്കാർക്ക് പേടിയാ, ചില ആൾക്കാർക്ക് പോയി ചിലപ്പോ ഒന്ന് എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോ അയ്യോ ഇത് ആരാ എന്നുള്ള വിചാരത്തില് അങ്ങനെ എടുക്കാൻ സമ്മതിക്കില്ല. എന്തായാലും ഭയങ്കര സന്തോഷം. ഇതിപ്പോ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്കും ഒരു ഉപകാരം. നമ്മുടെ ഗ്രീൻ ഹെവൻ എന്ന് പറഞ്ഞ ചെറിയ ചാനലുണ്ട്, ആ ചാനലിലും ആൾക്കാർക്കും ഒരു ചെറിയ ഉപകാരമാവട്ടെ. കാരണം തെരഞ്ഞു നടക്കുന്ന ആളുകളുണ്ട്. ഈ ഷെയ്ഡ് ലാമ്പൊക്കെ ഇപ്പൊ ഈ ഷെയ്ഡ് ലാമ്പിന്റെ ഒരു കാലഘട്ടം. നമ്മൾക്കത് ഇഷ്ടം പോലെ. ഇങ്ങനത്തെ ഒരു കൊട്ട ഉണ്ടാക്കാൻ എത്ര ദിവസം എടുക്കും കേട്ടോ?
ഇങ്ങനത്തെ കൊട്ട അങ്ങനത്തെ ദിവസമൊന്നുമില്ല. ഒരു 3 കൊട്ടയൊക്കെ ഉണ്ടാക്കാം നമുക്ക്. 3 കൊട്ട ഉണ്ടാക്കാം. ഒരു 3 മണിക്കൂറൊക്കെ 3 മണിക്കൂർ പോരാ. പുളി ചെത്താൻ തന്നെ 3 മണിക്കൂറിന് മുകളിൽ. ഇത് ചെത്തി ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ കുത്തി പോവാൻ സാധ്യതയുണ്ടോ? കുത്തിപ്പോ ചില സമയത്ത് വെട്ടിയാ കുത്തി. അതിനെന്താ മാർഗം എന്താ? അതിന് മരുന്ന് തന്നെ അടിക്കണം. ഇത് നിങ്ങൾ അടിച്ചിട്ടാണോ കൊടുക്കുന്നത്? ഇല്ലല്ല, ആവശ്യം ഉള്ളവർക്ക് അടിച്ചു കൊടുക്കും. സാധാരണ പറഞ്ഞാ ചെയ്തു കൊടുക്കും അല്ലെ? പിന്നെ അതല്ല ചാണകം മെഴുകുക. ചാണകം മെഴുകുക, പുകയത്തിട്ട് വെക്കാം, ചാണകം മെഴുകുക. ഓഹോ, അങ്ങനെയാണ് ഇത് നിൽക്കുന്നത്. കൂടുതൽ ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ചെയ്യണമെങ്കിൽ ചാണകം മെഴുകണം എന്നാ പറയുന്നത്. പുകയത്തിട്ടാണ് പെട്ടെന്ന് കുത്തൂല. പുകയത്ത്, അതായത് ഇന്നത്തെ കാലത്ത് പുകയില്ലല്ലോ. പണ്ടൊക്കെ ആണെങ്കിൽ പുകയത്തിടും. അതെ 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 അതെ. കാലങ്ങളായിട്ട് 20 കൊല്ലൊക്കെ നിൽക്കുന്ന വീടുകളുണ്ട്. 20 കൊല്ലമായിട്ട് ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. 20 കൊല്ലം എന്നല്ല, ഈ പഴയ വീടുകളിലൊക്കെ ചെല്ലുന്ന സമയത്ത് അവിടെ പഴയതൊക്കെ കാണാം. ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല. അതേപോലെ ഷെയ്ഡ് ലാമ്പിന് നമുക്കിപ്പോ ചാണകം മെഴുകാൻ പറ്റില്ലല്ലോ. ഇല്ല, അതിനെന്താ നമ്മൾ ചെയ്യുന്നത്? പെയിന്റ് അടിക്കാം, വാർണിഷ് അടിച്ചിട്ട്. അതാകുമ്പോ ലാസ്റ്റ് ചെയ്യും. അത്യാവശ്യം വെള്ളം നനഞ്ഞാലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നല്ല കളറും കിട്ടും, പിന്നെ കുത്തി പോകൂല. അപ്പൊ ഒരു 3 എണ്ണം 4 എണ്ണം ഒക്കെയാണ് അല്ലെ മാക്സിമം ഉണ്ടാക്കാൻ പറ്റും ഒരു ദിവസം. അതന്നെ 1600 പണി. അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ. അപ്പൊ മാന്യമായ ഒരു റേറ്റിന് ഏട്ടൻ സാധനം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും താല്പര്യം സാധനം തരാം. അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്യുമ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് പറ്റുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്ന പറഞ്ഞത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ പിന്നെ ഒന്ന് മനസ്സിലാക്കുക, കുറച്ച് ജീവനുകൾ കഴിയാൻ വേണ്ടി ഒരു 3-4 എണ്ണമാണ് ഒരു ദിവസം മാക്സിമം ഉണ്ടാക്കുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു കോസ്റ്റും പിന്നെ മുള കിട്ടാനുള്ള ലഭ്യത കുറവും പറമ്പെന്ന് മേടിക്കുന്ന നമ്മൾ പൈസ കൊടുത്തിട്ടാണ്. ഓ, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായ വീഡിയോ വരണമെന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ ഫ്രം ഗ്രീൻ ഹെവൻ. ഒരു ചാറ്റ് കൊടുത്തേക്കാണ്.